ഷോളയൂർ ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജനകീയ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷോളയൂർ ജോസ് അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സമാജ്വാദി ജനതാ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പ്രദീപ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വിളയോട് ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസീത സുമേഷ് സ്വാഗതം പറഞ്ഞു. ആദിവാസി ജീവിതത്തിന്റെ കാടകഭീതി എന്ന സെമിനാറിൽ മുതിർന്ന നക്സലൈറ്റ് നേതാവ് കെ മാണി വിഷയം അവതരിപ്പിച്ചു. ലക്ഷ്മി നാരായണൻ, സാക്കിർ ഹുസൈൻ കൊല്ലങ്കോട്, സജീഷ് കുത്തന്നൂർ, കെ മായാണ്ടി, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ഹംസ ചമ്മാനം, NG ശിവൻ, ആറുമുഖൻ പത്തിച്ചിറ, RK കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 3 വർഷമായി ഷോളയൂർ ജോസ് എന്ന അട്ടപ്പാടിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം വിപ്ലവ രാഷ്ട്രീയത്തിലേക്ക് ജോസേട്ടൻ കടന്നു വരുന്നത്. അദ്ദേഹം ദീർഘകാലം വലിയ പാണ്ഡിത്യമോ അക്കാഡമിസ്റ്റോ ഒന്നുമല്ല. വർദ്ധിതരുടേതായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സ്പന്ദനങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. അപ്പൊ അത്തരം ഒരു പരിപാടി നടത്തണം എന്നത് ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു തീരുമാനമായിട്ട് വരികയും അങ്ങനെയാണ് നമ്മൾ ഈ ഒത്തുകൂടൽ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലൊന്നുമല്ല അത് നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത്തരം മനുഷ്യസ്നേഹികളുടെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരു കീഴ്വഴക്കമായിട്ട് നമ്മൾ എല്ലാ സമയവും അനുസ്മരിക്കപ്പെടണം എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഇവിടെ ആ വിഷയത്തിൽ സഖാവ് ജോസ് എന്നൊരു വ്യക്തി അതിലൊരു കണ്ണി മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് അനുനിമിഷം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഓരോ നിമിഷവും വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ദളിത് ആദിവാസി ജീവിതങ്ങളുടെ നേർക്കുള്ള കടന്നാക്രമണം, അവരുടെ ഈ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശം, ഇതൊരു പൊതുവായ വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിൽ അന്തർലീനമായിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒരറിവുണ്ടാകേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്നത് അവരെ മനുഷ്യരായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പരിഗണന പോലും നൽകാനായി നാളിതുവരെ ഈ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങൾക്കോ സർക്കാരുകൾക്കോ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ആദിവാസി ജനത കൂടുതലായി അധിവസിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന മാവോവാദികളെന്ന് നമ്മള് ഭരണകൂടം പേരിട്ട് വിളിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിച്ചമർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ അതവർ ചെയ്യില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.